നമ്മളോട് ചോദിക്കുകയാണ്, സ്വർഗത്തിൽ മുദ്രക്കുക കാർഷിക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇല്ല ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സഹാബത്തിൽ നമ്മോട് ചോദിച്ചു അപ്പോൾ ബാക്കിയുള്ള വിശിഷ്ടങ്ങളൊക്കെ എങ്ങനെ പുറത്തു പോകുമെന്ന് ചോദിച്ചപ്പോൾ അത് അവരുടെ വിയർപ്പിന്റെ ഗതിയിലൂടെ പോകുമെന്ന്. തീർന്നിട്ടില്ല. പക്കാന അറക്കവും മിസ്കും അവരുടെ വിയർപ്പിന് കസ്തൂരിയുടെ ഗന്ധമാണെന്ന് പറഞ്ഞു. ഇവിടെ ഈ ദുനിയാവിൽ വെച്ച് ഈ ഭാഗ്യം കിട്ടിയ ഈ പദവി കിട്ടിയ ഒരാളെന്ന് വെച്ചാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. നമുക്ക് അത് കിട്ടണമെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ മാത്രമേ അതിന് സാധിക്കൂ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ അസ്മാ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഞാൻ വീടിന്റെ പുറത്തൊരു വിരിപ്പ് വിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് കടക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിയർപ്പ് കൂടുതലായിരുന്നു. അതിന് വാസനമുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് എൻ്റെ കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ അത് കൊടുക്കുകയും സുഗന്ധമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു. വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യദുഖുലുൽ ജന്നത ഇല്ലാ ഹരീസുൻ അലൈഹാ. സ്വർഗത്തിൽ കടക്കണമെന്നുണ്ടെങ്കിൽ അതിന് വളരെ അധികം അതിനെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ കടക്കാൻ സാധിക്കൂ. അതിന് പ്രഥമമായി വേണ്ടത് നമ്മൾ സ്വർഗത്തെ അതിശക്തമായി ഇഷ്ടപ്പെടുക എന്നതാണ്. ഒരു കാര്യത്തെ ഇഷ്ടപ്പെടുന്നത് അതിനെക്കുറിച്ച് അറിയുമ്പോഴാണല്ലോ. അതുകൊണ്ട് ഹദീസിലും ഖുർആനിലും ഒക്കെ നമ്മൾ അതിനെക്കുറിച്ച് പരിശോധിച്ചറിയാം. സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരാൾ വിളിച്ചു പറയുമത്രേ, നിങ്ങൾ ഇനി എന്നും ഇവിടെ ജീവിക്കുക, നിങ്ങൾക്ക് ഇനി മരണമില്ല. നിങ്ങൾ ചെറുപ്പക്കാരാവുക, നിങ്ങൾക്ക് ഇനി വാർദ്ധക്യമില്ല. നിങ്ങൾ എന്നും ആരോഗ്യവാന്മാരാവുക, നിങ്ങൾക്ക് ഇനി രോഗമില്ല. സ്വർഗത്തിൽ വിയർപ്പിന്റെ ഗന്ധം കസ്തൂരിയുടെ ഗന്ധമുള്ള കൂട്ടത്തിൽ നമ്മെല്ലാവരെയും കുറിച്ച് മാറാകട്ടെ.